ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക് വയനാടിന്റെ കാര്യത്തിൽ തീരുമാനമായില്ല. രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് കേരളത്തിൽ പ്രചാരണത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നുവെന്ന് സംസ്ഥാന നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. കേരള നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായും സോണിയാഗാന്ധിയുമായും ഇപ്പോൾ കൂടിക്കാഴ്ച നടക്കുകയാണ്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം അവസാനിച്ചു. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. യോഗം അവസാനിച്ചിരിക്കുന്നു, തീരുമാനമാകാതെ പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന മീറ്റിംഗുകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? വിവരങ്ങൾ തന്നെ എല്ലാ കൂടിക്കാഴ്ചകളും കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലുള്ള നേതാക്കൾ ഹൈക്കമാൻഡിനെ കണ്ട് ഈ പ്രഖ്യാപനം വൈകുന്നതിനുള്ള ആശങ്ക അറിയിച്ചിട്ടുണ്ട്. പ്രഖ്യാപനം വടകര വയനാട് സീറ്റുകളിൽ വൈകുന്നത് കാരണം ഈ കേരളത്തിലെ പ്രചരണത്തെ ആകെ തന്നെ ബാധിക്കുന്നുവെന്ന ആശങ്കയാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഹൈക്കമാൻഡിനെ. എന്നിട്ടും ഇന്നിപ്പോൾ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇന്നത്തെ തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ കേരളത്തിലെ 2 സീറ്റുകളുടെ കാര്യം ചർച്ചയ്ക്ക് എടുത്തതേയില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ പ്രഖ്യാപനം വൈകുന്നതിനുള്ള ആശങ്ക നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നും തീരുമാനമാകുന്നില്ല രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ. രാഹുൽ വയനാട് മത്സരിക്കും എന്ന കാര്യത്തിൽ തികഞ്ഞ അനിശ്ചിതത്വം തുടരുകയാണ്. 2ാം മണ്ഡലത്തിന്റെ കാര്യത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. ഇതോടുകൂടി രാഹുൽ ഗാന്ധി വയനാടേക്ക് വരില്ല എന്നൊരു സൂചന തന്നെയാണ് വളരെ ശക്തമാകുന്നത്. ഇത്രയും വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയില്ല എന്നതിന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും കർണാടകയിൽ നിന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തന്നെയാണ് ഇപ്പോഴും ചോദ്യങ്ങൾ വരുന്നത്. കർണാടകയിൽ ഒരു മണ്ഡലം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട്. അല്ല, പ്രഖ്യാപിച്ച ഏതെങ്കിലും മണ്ഡലത്തിൽ കോൺഗ്രസിന് സുരക്ഷിതമായ സ്ഥലത്ത് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കാൻ നേതൃത്വം തയ്യാറാകുമോ? അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് രാഹുൽ എത്തുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. ഏതായാലും കേരള നേതൃത്വമാണ് ഇതോടുകൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. സംസ്ഥാനത്തെ പ്രചാരണത്തെ അടക്കം ബാധിക്കുന്ന രീതിയിലുള്ള വലിയ പ്രതിസന്ധിയായി തന്നെ അത് മാറുകയാണ്. ഈ സാഹചര്യത്തിൽ അവശേഷിക്കുന്ന 2 സീറ്റുകളിലുള്ള പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകുമെന്ന് പോലും അറിയാത്തത്രയും വലിയ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ നേതാക്കൾ അകപ്പെട്ടിരിക്കുന്നത്. ശരി ഉണ്ണി, കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം അവസാനിച്ചു. എന്നാൽ വയനാട്ടിൽ രാഹുൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സീറ്റിൽ തീരുമാനമായില്ല. കേരള നേതാക്കൾ അതൃപ്തി അറിയിച്ചിരിക്കുന്നു. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.